അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം അങ്ങനെ കല്യാണവും കഴിഞ്ഞു, വിരുന്നും കഴിഞ്ഞ് നമ്മൾ അവനാൻ്റെ പെരേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ പുട്ടും പഴവും ചായയും ഒക്കെ കുടിച്ച് നമ്മളെ ലഗേജൊക്കെ എടുത്ത് വെച്ചു. കല്യാണത്തിന് തലേന്നിടാനും പിറ്റേന്നിടാനും വൈകുന്നേരം ഇല്ലാതൊക്കെ ഉണ്ടേനി, ഒക്കെ എടുത്ത് വെച്ചു. പിന്നെ നമ്മൾ പോവുകയാണ് കേട്ടോ. എല്ലാവരോടും യാത്ര പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടായതുകൊണ്ട് തന്നെ അഞ്ചത്തിയും കുട്ടികളും നാത്തൂനും ഉമ്മയും എല്ലാവരും ഉണ്ട്. ഇപ്പം പിന്നെ പണിക്കോയിനി, ആങ്ങളെയും പണിക്കോയിനി. അപ്പോൾ എല്ലാവരും ഞങ്ങൾ പോണത് ഇങ്ങനെ നോക്കിക്കാണ് കേട്ടോ. അപ്പം അഞ്ചത്തി പോകാത്തത് കൊണ്ട് തന്നെ നമുക്ക് പോകുന്നു ഇപ്പം വല്ലാത്തൊരു പൊറുതിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ അതൊരു രസം തന്നെയാണല്ലോ അല്ലേ. അതിപ്പോൾ എങ്ങനെയായാലും നമ്മളെ പെരയിലാണെങ്കിലും ഇനി കെട്ടിച്ചോടത്താണെങ്കിലും എല്ലാവരും നാത്തൂമാരും കുട്ടികളും ഒക്കെ പാടെ കൂടുമ്പോൾ അതൊരു വേറെ രസം തന്നെയാണ്. അപ്പം അങ്ങനെ പോന്നപ്പം വല്ലാത്തൊരു സങ്കടം. അപ്പം അങ്ങനെ നിലമ്പൂർ അങ്ങാടിൽ വരും തിരക്കിനി അങ്ങനെ നമ്മൾ അവനാപടിക്കലെത്തിക്കണ്. അപ്പം നമ്മൾ പെരയിലെത്തിയിട്ടോ. അപ്പം വാതിൽ തുറന്നപ്പല്ല സ്ഥിതി ഇതാണ് കേട്ടോ. പെരൻ്റെ ഉള്ളിൽ ഇവിടെ കുറേ പാത്രങ്ങളായിട്ടും ഇവിടെ കുറേ തുണികളായിട്ടും കടക്കൻ്റെ വിരിപ്പും പുതപ്പും അങ്ങനെ ഇങ്ങനെയും കടന്നിട്ടും അടുക്കളയിലാണെങ്കിൽ ചെന്നപ്പോഴോ പാത്രങ്ങളുണ്ട്, പിന്നെ ഉള്ളിത്തോലുണ്ട്. അപ്പോൾ അതൊന്നും നോക്കാതെ ഞാൻ ഒരു 11:30 ആയപ്പോഴാണ് കേട്ടോ ഞാൻ പെരയിലെത്തിക്കുന്നത്. ഞാൻ വേഗം കുക്കറിൽ ഒരു 2 അരി വേഗം ഇട്ടിട്ട് ചോറ് വെക്കാണ് കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ പഴിച്ചൂലേ വേഗം. അപ്പോൾ ഞാൻ വേഗം ചോറ് വെച്ചു. അപ്പോൾ പോന്നപ്പോൾ നമ്മൾ ഫ്രൂട്ടിയൊക്കെ വാങ്ങിക്കൊടുത്തിനി മക്കൾക്ക്. അപ്പോൾ അതൊക്കെ കുടിച്ചിക്കാണ്ടാണ് പോകുന്നത്. അപ്പം ഇനി പഴിച്ചൊന്ന് കരുതിക്കാണ്ട് വേഗം ചോറ് വെക്കണം. അല്ലാത്തൊന്നും ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ തിരുമ്പാലതൊക്കെ ഞാൻ വേഗം ചോറാണ്ട് അടുപ്പത്ത് വെച്ചിട്ട് തിരുമ്പാലതൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ പൊറുക്കിയെടുത്തിട്ട് ഞാൻ കുറച്ച് മെഷീനിലിട്ടു. പിന്നെ പുതിയതൊക്കെ ഞാൻ കല്ലുമ്മ തിരുമ്പി. പിന്നെ ഇതാക്കുക നമ്മളെ നാത്തൂൻ താത്താൻ്റെ അവിടെ നിന്ന് പറഞ്ഞ ചക്ക ഉണ്ടായിനല്ലോ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ, അതൊക്കെ തിന്നതാ തോന്നുന്നുണ്ട്. അതിൻ്റെ ചൗണിയും ചക്കക്കുരും ഒക്കെ പാടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. കുറേ പാത്രങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടും കാര്യമല്ല നമ്മളെ പുതിയാപ്പിള കാക്കാനേ. അപ്പോൾ മൂപ്പര് നേരം പൊളിക്കുമ്പോൾ പണിക്കളും പോകണം. പിന്നെ വൈകുന്നേരമല്ല കയറിയാൽ 9 10 മണിയൊക്കെ ആവും വരണമെങ്കിൽ. പിന്നെ അപ്പോൾ അതൊന്നും നോക്കാനും എടുത്തേക്കാനൊന്നും നേരം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ വേറെ വേറെ സ്ഥലത്തും അതൊക്കെ ഒരു തുടിക്കൊക്കെ വെച്ചു. പിന്നെ അങ്ങനെ ഒരുപാട് പണികളുണ്ടായിന് കേട്ടോ വന്നപ്പം. അപ്പം പോന്നതിൻ്റെ സങ്കടം വേറെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാകുമ്പോൾ പോന്നപ്പം വല്ലാത്തൊരു പൊറുതിയുണ്ട് കേട്ടോ മനസ്സിക്ക്. പിന്നെ ഏതായാലും ഞാൻ 4-5 ദിവസം നിന്നിക്കണം കേട്ടോ കുടിയിൽ. അപ്പോൾ അത്രയും ദിവസത്തെ വരെയായിട്ട് പിന്നെ ഞാൻ നിന്നിട്ടില്ല. അമ്മ മരിച്ചാരെ പിന്നെ ഞാൻ ഇങ്ങനെ 5 ദിവസം ഞാൻ നിന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ആദ്യമായിട്ടാണ് നിന്നത്. ഇമ്മയില്ലന്ന് ഇമ്മാൻ്റെ അടുത്തൊക്കെ ആക്കിയിട്ട് അങ്ങനെ പോകും. ഇപ്പോഴാണ് കേട്ടോ നമ്മൾ അതിൻ്റെയൊക്കെ കുറവുകളൊക്കെ നമ്മളിപ്പോൾ അറിയണത്. അപ്പം വല്ലാത്തൊരു സങ്കടമൊക്കെ ഉണ്ട് ഇനി പോന്നപ്പം. അപ്പോൾ ഏതായാലും 5 ദിവസമൊക്കെ നിന്നു. ആ 5 ദിവസം നിന്നുകൊണ്ടാണ് കേട്ടോ ഏറെ പൊറുതിയുടെ. അല്ലെങ്കിൽ 1 ദിവസം 2 ദിവസമൊക്കെ നിന്നുകൊണ്ട് പോരുന്നതാണ്. അപ്പോൾ അങ്ങനെ ചോറ്റക്ക് കൂട്ടാനില്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ മീനൊക്കെ കൊണ്ടുവന്നിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ പാടെ മിക്സിയിലിട്ടാണ്ട് അരച്ചിക്കാണ് കേട്ടോ. വേറെ വേറെ ഒന്നും ഞാൻ അരിഞ്ഞ് വാട്ടാനൊന്നും ആവില്ല എന്ന് കരുതിക്കാണ്ട്. പിന്നെ ഞാനതിലേക്ക് കൊടുമ്പുളിയും പിന്നെ മുളകും മഞ്ഞളും ഉപ്പും പെരുംജീരകവും മല്ലിപ്പൊടിയൊക്കെ ഇട്ടുകാണ്ട് ഇതാക്കിയിട്ട് പിന്നെ ഞാൻ കുറച്ച് നമ്മളെ കൊടുമ്പുളി ഇട്ട് പിന്നെ അപ്പോൾ ഇതിന് ചോറൊക്കെ വെന്ത് നമ്മൾ ഓട്ടപാത്രത്തിൽ കൂറ്റിന് കേട്ടോ. അപ്പോൾ ഇതിന് മക്കൾ ചോറ് ഒഴിച്ചാൽ തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ മീൻ വെക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ചോറ് തരാറുന്നു. അത് കഴിഞ്ഞ് ഞാൻ വേഗം മീനൊക്കെ കേകി വെള്ളത്തിലിട്ട് വെച്ചിന് കേട്ടോ. എന്നിട്ട് പിന്നെ മീനൊക്കെ തിളച്ചിക്കണ്. അപ്പോൾ കുറേ വീഡിയോസൊന്നും ഞാൻ എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ എടുക്കാൻ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് നേരമാവും ചെയ്യും. ഞാൻ കരുതിയിട്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതാക്കളെ മീനൊക്കെ വെന്ത് തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് ഇളക്കിയിട്ട് ഞാൻ മൂടി വെക്കാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ വേഗം തുടക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇതിന് മക്കൾ ചോറ് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തുടക്കലൊക്കെ അവിടെ നിർത്തിയിട്ട് മക്കൾക്ക് ചോറൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെയും തുടക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ തിരുമ്പാലതൊക്കെ തിരുമ്പി തോരട്ടിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. കുറച്ച് വീഡിയോ ഉള്ളൂ കേട്ടോ, ഒന്ന് ചെറുതാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ അടിച്ചുവരലും തുടക്കലും പാത്രം പോലൊക്കെ കഴിഞ്ഞപ്പോൾ വന്ന മാതിരിയല്ലല്ലോ അപ്പോൾ കാണാൻ. അതും അവിടുത്തെ മുമ്പത്തൊക്കെ പൊറുക്കി തിരുമ്പി നമ്മളെ കടക്കയും വിരിപ്പൊക്കെ വിരിച്ച് പുതപ്പൊക്കെ മടക്കി വെച്ചു. പിന്നെ
എന്താ അടിച്ചോരി തുടച്ചിട്ടു. പിന്നെ ഇതാക്കണേ നമ്മൾ പാത്രം കുടുക്കിയൊക്കെ മോറി നമ്മൾ അടുക്കള ഇതാക്കണേ. അപ്പം അങ്ങനെ എല്ലതും റെഡിയായി കഴിഞ്ഞു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം ചോറ് കഴിച്ചാണ് കേട്ടോ. അപ്പോൾ അതിന് 2:30 മണി ആയിക്കണം കേട്ടോ ചോറ് എന്നപ്പോത്തിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം.